Suppose we draw a circle with the bottom side of the triangles in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. അതായത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. 3 ട്രയാങ്കിൾസിനും സെയിം ബേസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ബേസ് ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ എവിടേക്കായിരിക്കും ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ടോപ്പ് കോർണേഴ്സ് വരുന്നത്. അതായത് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കോ ഔട്ട് സൈഡ് ആയിരിക്കോ ഓർ ഓൺ ദ സർക്കിൾ ആയിരിക്കോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആൻസറിലോട്ട് പോവാം. ആംഗിൾ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഈക്വൽ ടു 110 ഡിഗ്രി. അതായത് നമുക്ക് ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ആ ടോപ്പ് ആംഗിൾസ് തന്നിട്ടുണ്ട്. 110 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ട്സിൽ നിന്ന് നമുക്കറിയാം എന്താ, ആംഗിൾസ് 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആംഗിൾസ് ആണെങ്കിൽ ആ സൈഡ് എപ്പോഴും സർക്കിളിൻ്റെ അകത്തായിരിക്കും വരുന്നത്. നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും, 90യേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിയറംസ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ആംഗിൾ 110 ഡിഗ്രിയാണ്. 110 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആണ്. സോ ദ ടോപ്പ് കോർണർ വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ നോക്കുക. സെക്കൻഡ് ട്രയാങ്കിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, അതായത് ആംഗിൾസിൻ്റെ സെമി സർക്കിൾ അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ സെമി സർക്കിൾ ആ 90 ഡിഗ്രി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 90 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ കോർണർ എവിടെയായിരിക്കും, വിൽ ബി ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇനി തേർഡ് ട്രയാങ്കിൾ നോക്കാം. അത് 70 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. സോ ദർഫോർ ദ ടോപ്പ് കോർണർ വിൽ ബി ഔട്ട് സൈഡ് ദ സർക്കിൾ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ check whether the other two corners are inside, on or outside the circle with that diagonal as diameter. അതായത് ക്വസ്റ്റ്യന് നമുക്കൊരു ക്വാഡ്രിലാറ്ററിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഒരു ക്വാഡ്രിലാറ്ററിന് 2 ഡയഗണൽസ് ഉണ്ടാവും. നമ്മൾ ഒരു ടൈമിൽ ഒരു ഡയഗണൽ വരയ്ക്കാം. എന്നിട്ട് ആ ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ മറ്റ് 2 എൻസില്ലേ അല്ലെങ്കിൽ മറ്റ് 2 കോർണേഴ്സ് അത് ആ സർക്കിളിൻ്റെ എവിടെയായിരിക്കും, ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ ഓൺ ദ സർക്കിൾ ആണോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്റർ എപ്പോഴും എന്തായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. 55 ഡിഗ്രി, 110 ഡിഗ്രി, 105 ഡിഗ്രി, 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർത്ത് ആംഗിൾ കണ്ടുപിടിക്കാം. അതിനുമ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിന് ഒരു നെയിം കൊടുക്കാം. ABCD എന്ന് നെയിം കൊടുത്തു. ഇനി ഫോർത്ത് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സമ്മിൽ നിന്ന് തന്നിരിക്കുന്ന 3 സൈഡിൻ്റെ സം സബ്ട്രാക്ട് ചെയ്യണം. അതായത് 360 ഡിഗ്രി മൈനസ് 110 പ്ലസ് 105 പ്ലസ് 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഫോർത്ത് ആംഗിൾ, അതായത് ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഡയഗണൽ വരച്ചിട്ട് ആ ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നമുക്ക് 2 പോസിബിൾ കേസസ് ആണുള്ളത്. ആദ്യം AC ഡയഗണൽ വരയ്ക്കാം, പിന്നെ BD ഡയഗണൽ വരയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ AC ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡ്രോയിങ് ഡയഗണൽ AC വരച്ചു, എന്നിട്ട് അത് ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളും വരച്ചു. അപ്പം ബാക്കി 2 പോയിന്റ്സ് ഏതായിരിക്കും, Bയും Dയും ആയിരിക്കും. ഇനി ആ 2 ആംഗിൾസ് എത്രയാണെന്ന് നോക്കാം. ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ തന്നെ. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ലൈ ഓൺ ദ സർക്കിൾ. അപ്പോൾ AC ഡയഗണലായിട്ട് വരുന്ന AC ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഓൺ ദ സർക്കിൾ, അതായത് സർക്കിളിലുള്ളൊരു പോയിന്റിലായിരിക്കും D വരുന്നത്. ഇനി ആംഗിൾ B 55 ഡിഗ്രി ആണെന്നാണ് തന്നിരിക്കുന്നത്. 55 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. സോ ഇറ്റ് വിൽ ബി ഔട്ട് സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ് നോക്കുക. അതായത് BD ഡയഗണൽ വരയ്ക്കുക. എന്നിട്ട് ആ ഡയഗണൽ, അതായത് BD ഡയമീറ്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഏതാ, അല്ലെങ്കിൽ 2 കോർണേഴ്സ് ഏതാ, Aയും Cയും. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എന്താ, ആംഗിൾ A ആൻഡ് ആംഗിൾ C ആർ ബോത്ത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 105 ആൻഡ് 110 ഡിഗ്രി. ഇത് രണ്ടും 90യേക്കാളും ഗ്രേറ്റർ ആണെന്ന് നമുക്കറിയാം. So as both angles are greater than 90 degree, they will lie inside the circle.
അപ്പോൾ അതാണ് സെക്കൻഡ് കേസ്. അതായത് രണ്ടും 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് അത് രണ്ടും സർക്കിളിൻ്റെ, അതായത് ബി ഡി ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അത് ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിലുള്ള സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും എയും സിയും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Third question. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് 3 സൈഡ്സ്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന് 3 സൈഡ്സും തന്നിട്ടുണ്ട്. അത് 5 cm, 12 cm ആൻഡ് 13 cm ആണ് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ 3 സൈഡ്സും, അതായത് ഓരോ സൈഡും ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഓരോ സർക്കിൾസ്, അങ്ങനെ 3 സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഡയമീറ്ററിൻ്റെ 2 എൻഡ്സ് ചെയ്യുന്നതല്ലേ തേർഡ് പോയിന്റ്. അപ്പോൾ ആ 2 പോയിന്റ്സ് ഒഴിച്ച് ബാക്കി തേർഡ് വെർട്ടെക്സ് ആ സർക്കിളിൻ്റെ എവിടെയായിരിക്കും? ഉള്ളിലായിരിക്കുമോ, പുറത്തായിരിക്കുമോ, അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കത് തന്നെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താണ്? ആസ് ദ സൈഡ്സ് ആർ 5 cm, 12 cm ആൻഡ് 13 cm ആൻഡ് ഓൾസോ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ. ഇവിടെ 52 പ്ലസ് 122 അങ്ങനെയല്ല കേട്ടോ, അത് സ്ക്വയർ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്, സ്ക്വയർ എറേസ്റ്റ് എഴുതിയപ്പോൾ. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ. അതായത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. പൈതഗോറസ് തിയറം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, ടോട്ടൽ സം 180 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് 2 ആംഗിൾസിൻ്റെ സം എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണ്ടേ, എന്നാലല്ലേ ടോട്ടൽ ചെയ്യുമ്പോൾ 180 കിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 90 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും സെപ്പറേറ്റ്ലി 90യേക്കാളും കുറവായിരിക്കണ്ടേ? കാരണം രണ്ടും 90യേക്കാളും ചെറുതാണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ഒറ്റയ്ക്ക് നോക്കുമ്പോൾ സെപ്പറേറ്റ്ലി നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻസ് നോക്കാം. എന്താ? ഈ ഓരോ സൈഡും ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സർക്കിൾ വരയ്ക്കണം. നമുക്ക് ആദ്യം തന്നെ ബി സി ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തേർഡിൻ്റെ ഏതാണ്? എ ആണ്. അപ്പോൾ എ ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്നേരം നമ്മൾ പറഞ്ഞത്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഇറ്റ് വിൽ ലൈ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി ബി, അതായത് എ ബി ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ സർക്കിൾ വരച്ച് 12 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ് ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? തേർഡ് സൈഡ് സി ആണ്. സിയും എന്താണ് നമ്മൾ കിട്ടിയത്? ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. സോ ഇറ്റ് വിൽ ഓൾസോ ലൈ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി ലാസ്റ്റ് പ്രോബബിലിറ്റി എന്താ? എ സി, അതായത് ഹൈപ്പോട്ടന്യൂസ് 13 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ് ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ ഏതാണ്? ബി ആണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കിട്ടിയത് 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ ആണെന്ന് കിട്ടി. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ലൈ ഓൺ ദ സർക്കിൾ. അതായത് ഈ 3 ക്വസ്റ്റ്യൻസിൽ നിന്നും എന്താ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സർക്കിളിൻ്റെ ഡയമീറ്റർ, ആ ഡയമീറ്ററിൻ്റെ 2 എൻഡ്സിനും തേർഡ് പോയിന്റിലേക്ക് ഒരു ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് 3 പോസിബിലിറ്റീസ് ആണുള്ളത് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട്. ഒന്നല്ലെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കാം തേർഡ് പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്തായിരിക്കാം ആ പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും, സർക്കിളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടായിരിക്കും അത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പോസിബിലിറ്റിയും സാധ്യമാണെങ്കിൽ വരുന്ന ആംഗിൾസിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇത് സർക്കിളിൽ തന്നെയുള്ള ഒരു പോയിന്റിലോട്ടാണ് തേർഡ് പോയിന്റ് വന്ന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, 90യേക്കാളും കൂടുതലാണെങ്കിൽ എപ്പോഴും ആ ട്രയാങ്കിളിൻ്റെ തേർഡ് പോയിന്റ് വരുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിലോ എപ്പോഴും ടോപ്പ് കോർണർ വരുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. Question 4. In the picture, the circle is drawn with the line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle
through the point where the circles meet is bisected by the small circle. So here AB is the diameter of the bigger circle and AO is the diameter of the smaller circle. So നമുക്ക് എന്താ prove ചെയ്യണ്ടേ? Prove that any chord of the larger circle through the point where the circles meet. So circles meet in the point A ആണ് and A യിൽ കൂടെയുള്ള chord എന്ന് പറയുന്നത് AP ആണ്. So AP is the chord of the larger circle, and so we have to prove AP is bisected by the smaller circle. Okay. Now, here, when we look at the figure, angle ADO is equal to angle APB is equal to 90 degree. Because angle subtended by a diameter is always a right angle. Okay, and here AO is the diameter of the smaller circle, and so angle ADO is the angle subtended by this diameter AO. അപ്പോൾ അത് 90 degree ആയി. Similarly, angle APB 90 degree ആയി because AB is the diameter of the bigger circle. Now this implies OD is parallel to BP. Why? Because corresponding angles are equal. Angle ADO is equal to angle APB and these two angles served as the corresponding angles. അപ്പോൾ OD parallel to BPI. Now we know that O is the center of this bigger circle and therefore AO is equal to OB, which implies O is the midpoint of AB. So we got two results. OD is parallel to BP and also O is the midpoint of AB. Okay. Now according to the converse of midpoint theorem, if a line is drawn through the midpoint of one side of a triangle and parallel to the other side, it bisects the third side. Okay. So when we consider triangle APB in this figure, if a line is drawn through the midpoint of one side of a triangle, അപ്പോൾ ഇവിടുത്തെ midpoint of one side of a triangle എന്ന് പറയുന്നത്, let us consider it as O. Okay. Consider the triangle ABP and അതിലത്തെ consider the side AB and let us take the midpoint O. So if a line is drawn through this midpoint O and parallel to the other side, that is if a line is drawn through O such that it's parallel to PB, then what happens? It bisects the third side. That is, it bisects AP. അതായത് ഓയിൽ കൂടി നമ്മൾ O is the midpoint of AB അത് നമുക്കറിയാം and ഓയിൽ കൂടി AP യിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് such that അത് BP ആയിട്ട് പാരലൽ ആണ്. അങ്ങനെ ഒരു രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് AP യിൽ മുട്ടുന്ന point, that will be the midpoint of AP. It bisects the third side. Okay. So therefore D is the midpoint of AB, showing that AD is equal to DP. Next question. Question 5. Use a calculator to determine up to 2 decimal places the perimeter and area of the circle in the picture. Okay. So here in this picture we can see that there is a set square and ഇവിടെ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് എന്ന് പറയുന്നത് 6ഉം 3ഉം ആണ്. ഓക്കെ. നമുക്ക് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ നോക്കുമ്പോൾ ഇത് റഫ് ഫിഗർ ആണ്. 6 and 3 ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാം, ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ എ ഡയമീറ്റർ is always a right angle in a circle. അപ്പോൾ ABC will become a right angle triangle since BC is the diameter of the circle. Also BC will become the hypotenuse of the triangle. And therefore നമുക്ക് Pythagoras theorem വെച്ച് BC കണ്ടുപിടിക്കാം. Diameter of circle will become root of 6 square plus 3 square, which is root of 36 plus 9 equal to root 45, and that is 3 root 5. Diameter is 3 root 5
and its radius ആണ് 3 root 5 by 2. ഇവിടെ എന്തൊരു mistake ഉണ്ട്. It's actually 3 root 5. So next കണ്ടുപിടിക്കേണ്ടത് circumference and area. Okay, so first circumference of circle is equal to 2 pi r. 2 pi into 3 root 5 by 2. Radius ആണ് 3 root 5 by 2. That is pi into 3 root 5, which is 21.07 centimeter. Area is equal to pi r square. Pi into 3 root 5 by 2, the whole square, which is pi into 9 into 5 by 4, which is equal to 35.32 centimeter square. Actually, up to 2 decimal places എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So, ഇവിടെ ഇപ്പോൾ 2 ഇല്ല. Actually, 35.32 centimeter square ആണ്. Questionൽ up to 2 decimal places തന്നിരിക്കുന്നുണ്ട്. Okay. So, this is എന്താണ് ഒരു calculation based question ആണ്. Question number 7. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അപ്പോൾ നമ്മുടെ figure ഇതാണ്. So here we can consider, here let us say that ABC is an isosceles triangle. നമ്മുടെ questionൽ given ആണ്, നമ്മൾ consider ചെയ്യേണ്ടത് ഒരു ABC isosceles triangle ആയിരിക്കണം എന്ന്. So ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എ ബി എ സിയും ഡയമീറ്റർ ആക്കി എടുത്തിട്ട് വി ഷുഡ് ഡ്രോ 2 സർക്കിൾസ്. എ ബി ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചു, എ സി ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ അടുത്ത സർക്കിളും വരച്ചു. ഇത് ഐസോസെലസ് ആയതുകൊണ്ട് നമുക്കറിയാം എ ബി ഷുഡ് ബി ഈക്വൽ ടു എ സി. അപ്പം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ രണ്ട് സർക്കിൾ ഇന്റർസെക്ട് ദ തേർഡ് സൈഡ് ബി സി അറ്റ് ദ പോയിന്റ് ഡി വിച്ച് is the midpoint of BC എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് വി ഹാവ് എ കൺസ്ട്രക്ഷൻ ദാറ്റ് ഇസ് ജോയിൻ ബി ഡി, ജോയിൻ എ ഡി. അപ്പം ഈ എ ഡി നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി. ഇനി ഇതിൻ്റെ പ്രൂഫിലോട്ട് കിടക്കാം. പ്രൂഫ് സിമ്പിൾ ആണ്. നമുക്കറിയാം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ എ ബി ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ ഈ സബ്റ്റൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ, ഈ ഡി സർക്കിളിലാണ്, ഡി ലൈസ് ഓൺ ദ സർക്കിൾ. സോ വി കൻ സേ ദാറ്റ് ദിസ് ഇസ് എൻ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദിസ് പെർട്ടിക്കുലർ സെമി സർക്കിൾ. സോ ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ if we consider AC to be our diameter and since D lie on this circle, we can say that in the angle CDA is also 90 degree. Since angle ADB and angle CDA are 90 degrees, we can say that triangle ABD and triangle BDC are right angle triangles. Right angle triangles in ഒരു പ്രോപ്പർട്ടി ഫോളോ ചെയ്യാം. എന്താണ് ആ പ്രോപ്പർട്ടി? പൈത്തഗോറസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി അതർ ടു സൈഡ്സ്. ഇഫ് വി കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി ഡി, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി നോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഇതാണ് ഏറ്റവും വലിയ സൈഡ്. സോ ദിസ് ഇസ് ദ ഹൈപ്പോട്ടന്യൂസ്. സോ വി കൻ സേ ദാറ്റ് BD square being one of the other sides, BD square is equal to AB square minus AD square. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ? ബട്ട് നമുക്കറിയാം എന്താണ്, എ ബിയും എ സിയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എ ബി ഇസ് ഈക്വൽ ടു എ സി. സോ ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ നമ്മൾ പൈത്തഗോറസ് വെച്ച് കണ്ടുപിടിച്ച ഈ സ്ഥലത്ത് എ ബിക്ക് പകരം നമുക്ക് എ സി ഇടാം. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. സോ എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ സിൻസ് എ ബി ഇസ് ഈക്വൽ ടു എ സി. അപ്പോൾ ഇവിടെ എന്താണ് തന്നേക്കുന്നത്? എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയറിനെ നമുക്കപ്പോൾ എന്തായിട്ട് എഴുതാൻ പറ്റും? ഡി സി സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ്? ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ദിസ് ഓൾസോ ഫോളോസ് Pythagoras property. So we can say that BD square is equal to DC square. So if we take the square root, we can say that
side BD is equal to side DC. Therefore, we can say that D is the midpoint of BC. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ആയില്ലേ? ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഇനി 8th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഇവിടെ ഈ നീല ലൈൻ കൊണ്ട് വരച്ചേക്കുന്നത് ഒരു റോംബസ് ആണ്. റോംബസ് അറിയാലോ, നമുക്കൊരു സ്ക്വയർ നമ്മൾ ടിൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? നമുക്കൊരു റോംബസ് ആണ് കിട്ടുന്നത്. അതിൽ ഈ ലൈൻ എല്ലാ സൈഡ് ഓഫ് റോംബസ് അത് നമ്മളൊരു ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ സർക്കിൾസും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അതൊരു കോമൺ പോയിന്റ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ ഈ റെഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഇതൊരു മോർ ഡീറ്റെയിൽഡ് ഫിഗർ ആണ്. ഹിയർ ലെറ്റ് us കൺസിഡർ ദാറ്റ് ABCD is a rhombus. So rhombusന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? The diagonals are perpendicular bisectors. എന്താണ്? റോംബസിന്റെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. സോ ഇവിടെ എന്തൊക്കെയാണ് ഡയഗണൽസ്? BD ആൻഡ് AC ആർ ആർ ഡയഗണൽസ്. സോ പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ ആദ്യം എടുക്കുന്ന ആംഗിൾ AOD. ആംഗിൾ AOD നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? റൈറ്റ് ആംഗിൾ ആയിട്ട് പറയാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ്? ആംഗിൾ ACയും BDയും perpendicular bisectors ആയതുകൊണ്ട് we can say that angle AOD is 90 degree. So we can say that angle AOD is 90 degree. ഈ AOD 90 ഡിഗ്രി ആകുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ O എന്ന് പറയുന്ന ഈ പോയിന്റ് ലൈസ് ഓൺ ദ സർക്കിൾ അല്ലെ? ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ സെമി സർക്കിൾ ആ പ്രോപ്പർട്ടി വെച്ച്. അതുപോലെ തന്നെ ഇഫ് വി ഗോ ടു ദിസ് സൈഡ്, angle DOC is also 90 degree. എന്തുകൊണ്ടാണ്? perpendicular bisectors. We know that. Perpendicularly bisect ചെയ്യുന്നത് കൊണ്ട് എന്താണ്? This is also 90 degree. Since this is 90 degree, we can say that this particular point O, ഈ O എന്ന് പറയുന്ന ഈ പോയിന്റ് lies on this circle. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ BOC. ആംഗിൾ BOCയും എന്താണ്? 90 ഡിഗ്രി ആണ്. എങ്ങനെയാണ് 90 ഡിഗ്രി? സെയിം പ്രോപ്പർട്ടി, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഇതും 90 ഡിഗ്രി ആയതുകൊണ്ട് വി കൻ സേ ദാറ്റ് ദിസ് ഇസ് ഓൾസോ ആൻ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അപ്പോൾ ഈ പോയിന്റ് O ദാറ്റ് ഇസ് ഓൾസോ ലൈൻ ഈ സർക്കിളിലാണ് ഈ പോയിന്റ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർലി ഈ ഒരു ആംഗിൾ എന്താണ്? ആംഗിൾ AOB. ആംഗിൾ AOBയും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AB ഡയമീറ്റർ ആക്കിയിട്ട് ഇത് 90 ഡിഗ്രി ആണ്. സോ വി കൻ സേ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഓൾസോ ലൈസ് ഓൺ ദിസ് പെർട്ടിക്കുലർ സർക്കിൾ. സോ എല്ലാവരും എന്താ പറയുന്നത്? ഈ സർക്കിളിൽ O ലൈ ചെയ്യുന്നുണ്ട്, ഈ സർക്കിളിൽ O ലൈ ചെയ്യുന്നുണ്ട്, ഇതിലും ലൈ ചെയ്യുന്നുണ്ട്, ഇതിലും ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ സർക്കിളിലും O എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റ് ആണ്. So we have proved that O is a common point on the circle, on each of the circle. എല്ലാ സർക്കിളിലും O is a common point. നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ, ചെറിയ പ്രൂഫാണ്. ഇനി നമ്മൾ വേറൊരു കേസ് കൺസിഡർ ചെയ്യാണ്. നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു റോംബസ് ആണെങ്കിൽ എന്നാണ്. ഇത് പക്ഷെ റോംബസ് അല്ല, ദിസ് ഇസ് എ ക്വാഡ്രിലാറ്ററൽ. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഇതെല്ലാം ചിലപ്പോൾ ഡിഫറെൻറ്റ് സൈഡ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. അതാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽ ആണ് ക്വാഡ്രിലാറ്ററൽ, എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ ഫിഗർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അഡ്ജസന്റ് ആയിട്ടുള്ള ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററിലെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. എന്നിട്ട് ഈ ഓരോ സൈഡ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന സർക്കിളും എല്ലാ സർക്കിളും ഈ ഓരോ സൈഡ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന ഈ എല്ലാ സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സെയിം മുമ്പത്തെ ക്വസ്റ്റ്യന്റെ അതേ പാറ്റേൺ ആണ്, പക്ഷെ റോംബസിന് പകരം ഇവിടെ അഡ്ജസന്റ് സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് തന്നേക്കുന്നതെന്നേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ ഇതാണ്. സോ ഗിവൺ ദാറ്റ് എ ബി സി ഡി ബി എനി ക്വാഡ്രിലാറ്ററൽ ആകാവേ ഏത് ക്വാഡ്രിലാറ്ററലും ആകാം. അപ്പം നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് എ ബി ഇസ് ഈക്വൽ ടു എ ഡി ഇറ്റ്സ് ഗിവൺ. അതുപോലെ തന്നെ സി ഡി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഓൾസോ ഗിവൺ. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഓ ഇസ് എ കോമൺ പോയിന്റ്. അതാണ് നമ്മുടെ പ്രൂഫ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് വി ജോയിൻ എ സി. നമ്മൾ എ സി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി, എ ഒ ഡി, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പം രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ഒ ബി. എ ഒ ഡിയും എ ഒ ബിയും, ഈ ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2, വി ആർ കൺസിഡറിങ് ദീസ് ടു ട്രയാങ്കിൾസ്. ഇനി നമുക്ക് മൂന്ന് ഇത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിക്കാം. നമ്മൾക്കറിയാം കോൺഗ്രുവൻ്റ് ആണ് സൈഡ്സ് എന്ന് കാണിക്കാൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എങ്ങനെയാണ് കാണിക്കേണ്ടത്? നമ്മൾ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എ ഡിയും ഗിവൺ ആണ്, ഈക്വൽ ആണെന്ന്. എന്താണ്? എ ഡി is equal to AB, it's given. So we can write that AB is equal to AD. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതൊരു പ്രോപ്പർട്ടി അല്ലേ? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ വി കൻ സേ ദാറ്റ് സിൻസ് AB is equal to AD, which is given by the way, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ABO is equal to ആംഗിൾ ADO. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ്. ഇവിടെയും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് വി കൻ സേ ദാറ്റ് ദീസ് ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ്. അത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. എന്താണ്? എയോ എന്ന് പറയുന്നത് ഒരു കോമൺ സൈഡാണ്. അപ്പം എയോ കോമൺ സൈഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, എയോ കോമൺ ആണ്, അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. സോ വി കൻ സേ ദാറ്റ് ട്രയാങ്കിൾ എ ഒ ഡി ഇസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ എ ഒ ബി. അപ്പൊ ഇത് കോൺഗ്രുവൻ്റ് ആണ്. നമുക്ക് എന്തുകൂടെ പറയാൻ പറ്റും? ഒ ഡി ഇസ് ഈക്വൽ ടു ഒ ബി എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, അല്ലേ? നമ്മുടെ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒ ബി ഇസ് ഈക്വൽ ടു ഒ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് നമുക്ക് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഒ ഡി ഇസ് ഈക്വൽ ടു ഒ ബി. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കിയാലോ? ട്രയാങ്കിൾ ബി സി ഡി. ട്രയാങ്കിൾ ബി സി ഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ്? സി ഡി ഇസ് ഈക്വൽ ടു ബി സി. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഇസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പം ഈ രണ്ട് സൈഡ്സ് നമ്മൾ ഡയമീറ്റേഴ്സ് ആക്കി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതും കൂടെ വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ we can say that these two circles also intersect at this particular point O. അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് പറയേണ്ടത്? ഈ രണ്ട് ലൈൻസും, ഇതും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഈ രണ്ട് ലൈൻസ് ഈ രണ്ട് സൈഡ്സ് നമ്മൾ ഡയമീറ്റേഴ്സ് ആക്കി എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഈ സർക്കിൾ പാസസ് ത്രൂ ദിസ് പോയിന്റ് O. അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് ഈക്വൽ സൈഡ്സ് ആയ സി ഡിയും ബി സിയും നമ്മൾ ഒരു സൈഡാക്കി എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സർക്കിൾ, ഈ എല്ലാ സർക്കിൾസും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് O. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? O ഇസ് എ കോമൺ പോയിന്റ്. ഒന്നുകൂടെ പറയാം. ട്രയാങ്കിൾ ബി ഡി സി ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് രണ്ട് സൈഡ്സ് ആയ സി ഡിയും ബി സിയും ഡയമീറ്റേഴ്സ് ആക്കി എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന രണ്ട് സർക്കിളും, ഈ രണ്ട് സർക്കിളും പാസസ് ത്രൂ ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. സോ വി കൻ സേ ദാറ്റ് ഓൾ ദ 4 സർക്കിൾസ് പാസ് ത്രൂ ദിസ് പോയിന്റ് O. So O is a common point, hence proved. ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു സെഷനിലെ.